വിനാസ് കോമ്പറ്റിറ്റീവ് മാസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജൂൺ മാസം 2021 കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ സെക്ഷൻ തിരിച്ചായിരിക്കും നമ്മൾ ഈ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നോക്കാം. ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ ആണ്, ലോക ക്ഷീരദിനമാണ് ജൂൺ 1. ജൂൺ 1 തന്നെയാണ് ഗ്ലോബൽ ഡേ ഓഫ് പേരൻസ്, രക്ഷിതാക്കളുടെ ആഗോള ദിനം ജൂൺ 1. ജൂൺ 3 വേൾഡ് ബൈസൈക്കിൾ ഡേ, ലോക സൈക്കിൾ ദിനമാണ് ജൂൺ 3. ജൂൺ 5 നമുക്കെല്ലാവർക്കും അറിയാം, ലോക പരിസ്ഥിതി ദിനം അഥവാ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. ഇത് 1992 റിയോ ഡി ജനീറോയിൽ കൂടിയ കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് എല്ലാ വർഷവും ആചരിക്കുന്നതാണ്. അപ്പോൾ ഓരോ വർഷവും ഓരോ തീമുണ്ടാവും. ഈ വർഷത്തെ തീമാണ് എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ. 2021 തീമാണ് എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ. ഒരു ഹോസ്റ്റ് കൺട്രി ഉണ്ടാവും എല്ലാ വർഷവും. ഈ വർഷത്തെ ഹോസ്റ്റ് കൺട്രി പാകിസ്ഥാനാണ്. ഈ വർഷത്തെ പരിസ്ഥിതിദിനാഘോഷത്തിൻ്റെ ഹോസ്റ്റ് കൺട്രി പാകിസ്ഥാൻ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡേ ആണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. എൻവയോൺമെൻറ്റ് ഡേക്ക് ഉള്ള പോലെ തന്നെ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേക്കും ഒരു തീമുണ്ട്. 2021 തീമാണ് സേഫ് ഫുഡ് ടുഡേ ഫോർ എ ഹെൽത്തി ടുമോറോ. ഇന്ന് സുരക്ഷിതമായ ഭക്ഷണം ആരോഗ്യപരമായൊരു നാളേക്ക് വേണ്ടി. അടുത്ത ഇമ്പോർട്ടൻ്റ് ദിനമാണ് ജൂൺ 21 വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ. വേൾഡ് ഹൈഡ്രോഗ്രഫി ഡേ. 2021 ഹൈഡ്രോഗ്രഫി ഡേയുടെ തീമാണ് 100 years ഓഫ് ഗ്ലോബൽ കോഓപ്പറേഷൻ ഇൻ ഹൈഡ്രോഗ്രഫി. 100 years ഓഫ് ഗ്ലോബൽ കോഓപ്പറേഷൻ ഇൻ ഹൈഡ്രോഗ്രഫി. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ മാസം നടന്ന പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഇന്ത്യയിലെ പുതിയ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അനൂപ് ചന്ദ്ര പാണ്ഡെ തിരഞ്ഞെടുക്കപ്പെട്ടു. പഴയ ഇലക്ഷൻ കമ്മീഷണർ മാറി പുതിയ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അനൂപ് ചന്ദ്ര പാണ്ഡെ അപ്പോയിൻറ്റഡായി. ഇന്ത്യയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ജസ്റ്റിസ് അരുൺ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺ മിശ്ര. പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്, നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈസ് അഡ്മിറൽ റവനീത് സിംഗ് ആണ്. വൈസ് അഡ്മിറൽ റവനീത് സിംഗ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലഫ്റ്റനൻറ്റ് ജനറൽ അജയ് സിംഗ് ആണ്. നിലവിൽ ഇന്ത്യയുടെ ഏക ട്രൈപാർട്ടി കമാൻഡ്, ജോയിൻറ്റ് കമാൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡാണ്. അതായത് നേവി, ആർമി, എയർഫോഴ്സ് എന്നിവ ചേർന്നുള്ള കമാൻഡാണ് ജോയിൻറ്റ് കമാൻഡ്. ഇത് നിലവിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് മാത്രമാണ് ഇന്ത്യയിൽ ജോയിൻറ്റ് കമാൻഡായിട്ടുള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട്, ആക്ടിംഗ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിട്ട് സുരേശൻ പട്ടേലിനെ ജൂൺ മാസത്തിൽ അപ്പോയിൻ്റ് ചെയ്തു. ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ പ്രൊജക്ട്സ് ആയിട്ട് വൈസ് അഡ്മിറൽ ശ്രീകുമാർ നായർ. വൈസ് അഡ്മിറൽ ശ്രീകുമാർ നായറിനെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ പ്രൊജക്ട്സ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. CBIയുടെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് പ്രവീൺ സിൻഹയെ നിയമിച്ചു. പ്രവീൺ സിൻഹ, സ്പെഷ്യൽ ഡയറക്ടർ ഓഫ് CBI. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ കേരളയുടെ ചീഫായിട്ട് PV മോഹൻ കൃഷ്ണനെ നിയമിച്ചു. WHO എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് ഡോക്ടർ പാട്രിക് അമോത്ത് അപ്പോയിൻറ്റഡായി. ഇസ്രായേലിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് ഇസാക്ക് ഹെർസോഗ് വന്നു. 11th പ്രസിഡൻ്റാണ്. ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് നഫ്താലി ബെന്നറ്റ് നിയമിതനായി. പഴയ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു. അദ്ദേഹം മാറി നഫ്താലി ബെന്നറ്റ് വന്നു. ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് ഇബ്രാഹിം റൈസി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാൻ്റെ പുതിയ പ്രസിഡൻറ്റ് ഇബ്രാഹിം റൈസി, ഇസ്രായേലിൻ്റെ പുതിയ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ്, ഇസ്രായേലിൻ്റെ പുതിയ പ്രസിഡൻറ്റ് ഇസാക്ക് ഹെർസോഗ്. വാട്സാപ്പിൻ്റെ പുതിയ ഹെഡ് ഓഫ് പേയ്മെൻറ്റ്സ് ആയിട്ട്, ഇന്ത്യയിലെ ഹെഡ് ഓഫ് പേയ്മെൻറ്റ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മനീഷ് മഹാത്മ. വാട്സാപ്പിൻ്റെ ഇന്ത്യയിലെ പുതിയ ഗ്രിവൻസ് ഓഫീസർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പരീഷ് ബി ലാൽ. ഇന്ത്യയിലെ പുതിയ IT നിയമം അനുസരിച്ചിട്ട് എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളും ഇന്ത്യയിലൊരു ഗ്രിവൻസ് ഓഫീസറെ നിയമിക്കണം. അതനുസരിച്ച് വാട്സാപ്പിൻ്റെ പുതിയ ഗ്രിവൻസ് ഓഫീസറാണ് പാരിഷ് ബി ലാൽ. ഫേസ്ബുക്കിൻ്റെ പുതിയ ഗ്രിവൻസ് ഓഫീസർ സ്പോർട്ടിംഗ് പ്രിയ. ട്വിറ്ററിൻ്റെ പുതിയ ഗ്രിവൻസ് ഓഫീസറിൻ്റെ പേരാണ് ജെറമി കെസൽ. ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഗ്രിവൻസ് റെഡ്രസൽ ബോർഡിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്റ്റിസ് അർജൻ കുമാർ സിക്രി.
ഡിജിറ്റൽ മീഡിയ കണ്ടന്റ് റെഗുലേറ്ററി കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിക്രംജിത്ത് സെൻ. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ജമ്മു കശ്മീരിൽ നിന്നുള്ള ആദ്യ വുമൺ ഫൈറ്റർ പൈലറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മായ സുധൻ. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, മായ സുധൻ. RBL ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിശ്വവീർ അഹൂജ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് MD ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജയ് കൗൾ. KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ചെയർമാൻ ആൻഡ് MD സഞ്ജയ് കൗൾ. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ 76ാമത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അബ്ദുള്ള ഷഹീദ്, മാൽദീവ്സ്. മാൽദീവ്സിൻ്റെ അബ്ദുള്ള ഷഹീദാണ് UN ജനറൽ അസംബ്ലിയുടെ 76th പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ HSBC ബാങ്കിൻ്റെ CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹിതേന്ദ്ര ദേവ്. കേരളത്തിൻ്റെ പുതിയ നിയമ സെക്രട്ടറിയായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വി ഹരിനായർ. കോവിഡ് വാക്സിൻ മാനുഫാക്ചറിംഗ് പ്രൊജക്റ്റ്, കേരളത്തിലെ കോവിഡ് വാക്സിൻ മാനുഫാക്ചറിംഗ് പ്രൊജക്റ്റിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ എസ് ചിത്ര. നേവൽ ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വൈസ് അഡ്മിറൽ രാജേഷ് പെന്താർക്കർ. ഇംഗ്ലണ്ടിൻ്റെ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യത്തെ ചെയർവുമണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡെബി ഹെവിറ്റ്. ഫസ്റ്റ് ചെയർവുമൺ ഓഫ് ഇംഗ്ലണ്ട്സ് ഫുട്ബോൾ അസോസിയേഷൻ ഡെബി ഹെവിറ്റ്. യുണൈറ്റഡ് നേഷൻസ് കൗൺസിൽ ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് UNCTAD-ൻ്റെ ഫസ്റ്റ് സെൻട്രൽ അമേരിക്കനും വനിതയുമായിട്ടുള്ള ഹെഡാണ് റെബേക്ക ഗ്രീൻസ്പാൻ. US ഫെഡറൽ കോർട്ടിലെ ഇന്ത്യൻ വംശജയായ ജഡ്ജിയുടെ പേരാണ് സരള വിദ്യ നാഗാലയ. കാനഡയുടെ സുപ്രീം കോർട്ടിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ വംശജനായ ജഡ്ജ് മഹമൂദ് ജമാൽ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ കോച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവാൻ വുക്കോമനോവിച്ച്. സെർബിയക്കാരനാണ് ഇദ്ദേഹം, ഇവാൻ വുക്കോമനോവിച്ച്. സിയാലിൻ്റെ പുതിയ MD ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് S. സുഹാസ് IAS. ഇദ്ദേഹം മുൻ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. സിയാലിൻ്റെ പഴയ MD VJ കുര്യൻ. അതൊന്ന് ഓർത്തിരിക്കണം, പഴയ MD VJ കുര്യൻ. ഡൽഹി സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വൈസ് ചാൻസലർ കർണം മല്ലേശ്വരി. 2000 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവാണ് കർണം മല്ലേശ്വരി. വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് കർണം മല്ലേശ്വരിക്ക് ബ്രോൺസ് കിട്ടിയത്. സെക്ഷനാണ് എക്കണോമിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 5th ലാർജസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ 2020 ആസ് പെർ വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട്സ് ഓഫ് 2021 ഇന്ത്യയാണ്. വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് 2021 അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിദേശ നിക്ഷേപം അഞ്ചാമത് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യക്കാണ്. $64 ബില്യൺ ഇന്ത്യക്ക് വിദേശ നിക്ഷേപമായിട്ട് ലഭിച്ചത്. ബിറ്റ്കോയിനെ ലീഗൽ ടെൻഡറായിട്ട് അക്സെപ്റ്റ് ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം എൽ സാൽവഡോറാണ് ബിറ്റ്കോയിനെ ലീഗൽ ടെൻഡർ എന്ന് വെച്ചാൽ നിയമപരമായ കറൻസി, അവിടെ അത് വിനിമയത്തിന് ഉപയോഗിക്കാം. എൽ സാൽവഡോറിൻ്റെ നാഷണൽ കറൻസി ഡോളറാണ്. US ഡോളറാണ് എൽ സാൽവഡോറിൻ്റെ നാഷണൽ കറൻസി. ഇൻകം ടാക്സ് ആക്ടിലെ ഏത് സെക്ഷനാണ് പാൻ കാർഡിനെ ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ജൂൺ 30, 2021 മുതൽ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആവും എന്ന് പറയുന്നത്? സെക്ഷൻ 234H. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫാർമ കമ്പനിയാണ് ഫാം ഈസി. ഫാർമ കമ്പനി ഫാം ഈസി. നീതി ആയോഗിൻ്റെ SDG ഇൻഡെക്സിൽ 2020-21 ടോപ്പ് വന്ന സ്റ്റേറ്റ് കേരളമാണ്. നീതി ആയോഗിൻ്റെ SDG ഇന്ത്യ ഇൻഡെക്സ് 2020-21 ടോപ്പ് വന്ന സ്റ്റേറ്റ് കേരളം. രാജ്യത്തിലെ വൺ നേഷൻ വൺ സ്റ്റാൻഡേർഡ് സ്കീമിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ബോഡി റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ റിസർച്ച് വിങ് ആണ്. ഈ പറഞ്ഞ 17th സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് റിപ്പോർട്ട് 2021 ഇന്ത്യയുടെ റാങ്ക് 117. 2020 ഇത് 115 ഇന്ത്യ ഇപ്പം 117 റാങ്കിലാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ഭൂട്ടാനേക്കാളും നേപ്പാളിനേക്കാളും ബംഗ്ലാദേശിനേക്കാളും ശ്രീലങ്കയേക്കാളും താഴെയാണ് ഇന്ത്യയുടെ റാങ്ക്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 2030 ലോകരാജ്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് UNDP വഴി UN ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ട്വിറ്ററും കേന്ദ്ര മന്ത്രിസഭയും തമ്മിൽ ഇപ്പോൾ പുതിയ IT നയത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ട്വിറ്ററിനെ ബാൻ ചെയ്യും എന്നൊക്കെ IT നിയമങ്ങളനുസരിച്ചില്ലെങ്കിൽ ബാൻ ചെയ്യുമെന്നൊക്കെ
സെൻട്രൽ ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നു. പക്ഷേ ആഫ്രിക്കയിലെ ഒരു രാജ്യം ട്വിറ്ററിനെ ഈ അടുത്ത് ബാൻ ചെയ്തു. അതാണ് നൈജീരിയ. അവിടുത്തെ പ്രസിഡൻറ്റിനെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ അത് റിമൂവ് ചെയ്യാൻ ട്വിറ്റർ കൂട്ടാക്കിയില്ല എന്നുള്ളതായിരുന്നു കാരണം. അപ്പോൾ ട്വിറ്ററിനെ ഈ അടുത്ത് ബാൻ ചെയ്ത ആഫ്രിക്കൻ രാജ്യം നൈജീരിയ. കെ എസ് ആർ ടി സി എന്ന വാക്കും കെ എസ് ആർ ടി സി ലോഗോയും പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കാൻ, ട്രേഡ് മാർക്കായിട്ട് ഉപയോഗിക്കാൻ സെൻട്രൽ ട്രേഡ് മാർക്ക് രജിസ്ട്രിയുടെ ക്ലിയറൻസ് കിട്ടിയ സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനം കെ എസ് ആർ ടി സിയും കെ എസ് ആർ ടി സി ലോഗോയും ട്രേഡ് മാർക്ക് ചിഹ്നങ്ങളാണ്. ഇനി മറ്റൊരു സംസ്ഥാനത്തിനോ വ്യക്തികൾക്കോ ബിസിനസ് എൻറ്റൈറ്റീസിനോ ഈ ഒരു ചിഹ്നം പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻഡസ് ബെസ്റ്റ് മെഗാ ഫുഡ് പാർക്ക് വന്ന സംസ്ഥാനം ഛത്തീസ്ഗഡിലാണ് ഇൻഡസ് ബെസ്റ്റ് മെഗാ ഫുഡ് പാർക്ക് വന്നത്. സ്വിഫ്റ്റ് GPI ഇൻസ്റ്റൻറ്റ് ക്രോസ് ബോർഡർ ഇൻബൗണ്ട് റെമിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോകത്തിലെ രണ്ടാമത്തെ ബാങ്ക് ഇന്ത്യയിലെ ICICI ബാങ്കാണ്. ഫസ്റ്റ് ബാങ്ക് ഇംഗ്ലണ്ടിലെ ലോയിഡ് ബാങ്കാണ്. ഈ സ്വിഫ്റ്റ് GPI ഇൻസ്റ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് 2 ലക്ഷം രൂപ വരെ യാതൊരു കാലതാമസവും കൂടാതെ ഇന്ത്യയിലെ ഏത് ബാങ്കിലേക്കും അയക്കാം എന്നുള്ളതാണ് ഈ സ്വിഫ്റ്റ് GPI ഇൻസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത. ഇത് ക്രോസ് ബോർഡർ മണി ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്നതാണ്. TCS യൂറോപ്പിലെ ആദ്യ യൂറോപ്യൻ ഇന്നൊവേഷൻ സെൻറ്റർ ലോഞ്ച് ചെയ്തത് എവിടെ? ആംസ്റ്റർഡാമിലാണ് TCS യൂറോപ്യൻ ഇന്നൊവേഷൻ സെൻറ്റർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. നെതർലാൻഡ്സിലാണ് ആംസ്റ്റർഡാം. IDBI ബാങ്കുമായി ചേർന്ന് LIC കാർഡ് സർവീസസ് ലോഞ്ച് ചെയ്ത കോണ്ടാക്ട്ലെസ് പ്രീപെയ്ഡ് ഗിഫ്റ്റ് കാർഡാണ് ശഗുൻ. SHAGUN ശഗുൻ. LIC കാർഡ് സർവീസസ് IDBI ബാങ്കുമായിട്ട് ചേർന്ന് ലോഞ്ച് ചെയ്ത കോണ്ടാക്ട്ലെസ് പ്രീപെയ്ഡ് ഗിഫ്റ്റ് കാർഡ്. ഇൻഫോസിസിനും TCSനും ശേഷം 3 ട്രില്യൺ രൂപ മാർക്കറ്റ് ക്യാപ്പ് കൈവരിച്ച ഇന്ത്യൻ IT ഫേമാണ് വിപ്രോ. വിപ്രോ മൂന്നാമത്തെ ഇന്ത്യൻ IT ഫേമാണ്. ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ IT ഫേമാണ് വിപ്രോ. ഫസ്റ്റ് ഇൻഫോസിസും TCSുമാണ്. മാഗ്മ ഫിൻകോർപ്പിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് അഡാർ പൂനാവാല. ഏത് ഓർഗനൈസേഷനാണ് അടുത്തിടെ ബിൽഗേറ്റ്സ് എനർജി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ചേർന്ന് ഗ്രീൻ ടെക്നോളജിയിൽ റിസർച്ച് ചെയ്യാനായിട്ട് പാർട്ട്ണറായത്? യൂറോപ്യൻ യൂണിയനാണ് ബിൽഗേറ്റ്സ് എനർജി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഗ്രീൻ ടെക്നോളജിയിൽ റിസർച്ച് ചെയ്യാൻ ധാരണയായത്. ലോകത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സിമൻറ്റ് പ്ലാന്റ് 2030 നിർമ്മാണം പൂർത്തീകരിക്കുന്നത് എവിടെ? സ്വീഡനിലാണ് ലോകത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സിമൻറ്റ് പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 2030 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. നമുക്കറിയാം സിമൻറ്റ് കമ്പനികൾ ഒരുപാട് കാർബൺ എമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കാർബൺ ന്യൂട്രലായിട്ടുള്ള ഫസ്റ്റ് സിമൻറ്റ് പ്ലാന്റ് സ്വീഡനിൽ. കേരളം ഇന്ന് നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ. അതായത് ലിറ്ററേറ്റ് ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. ഇതിനൊരു പരിഹാരം കാണാനായിട്ട് നോളജ് വർക്കേഴ്സിന് ജോലി കിട്ടാൻ വേണ്ടി കേരളം ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാമാണ് നോളജ് എക്കണോമി മിഷൻ. കേരളം നോളജ് വർക്കേഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം നോളജ് എക്കണോമി മിഷൻ. ഈ അടുത്ത് ഒരു ഇന്ത്യൻ എഡ്യൂക്കേറ്റർക്ക് ഗ്ലോബൽ ടീച്ചർ അവാർഡ് 2020 കിട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ തന്നെ വേൾഡ് ബാങ്ക് എഡ്യൂക്കേഷൻ അഡ്വൈസറായിട്ട് നിയമിച്ചു. ആരാണ് ഇദ്ദേഹം? രഞ്ജിത്ത് സിംഗ് ഡിസാലയാണ് ഈ വ്യക്തി. രഞ്ജിത്ത് സിംഗ് ഡിസാല. അപ്പോൾ ഗ്ലോബൽ ടീച്ചർ അവാർഡ് 2020 കിട്ടിയതും വേൾഡ് ബാങ്കിൻ്റെ എഡ്യൂക്കേഷൻ അഡ്വൈസറായിട്ട് നിയമിതനായതും രഞ്ജിത്ത് സിംഗ് ഡിസാലെ. നെറ്റ് എനർജി ന്യൂട്രൽ സ്റ്റാറ്റസ് ഫിസ്ക്കൽ ഇയർ 2020-21 അതായത് 2020-21 സാമ്പത്തിക വർഷത്തിൽ നെറ്റ് എനർജി ന്യൂട്രൽ സ്റ്റാറ്റ് കൈവരിച്ച ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏതാണ്? ബംഗളൂരു എയർപോർട്ട്. ബംഗളൂരുവിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നെറ്റ് എനർജി ന്യൂട്രൽ സ്റ്റാറ്റസ് 2020-21 സാമ്പത്തിക വർഷം കൈവരിച്ചത്. ഫോബ്സിൻ്റെ വേൾഡ്സ് ബെസ്റ്റ് ബാങ്ക്സ് ലിസ്റ്റിൽ ഇന്ത്യയിലെ ടോപ്പ് ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് DBS ബാങ്ക്. ഫോബ്സിൻ്റെ വേൾഡ് ബെസ്റ്റ് ബാങ്ക് ലിസ്റ്റ് ഇന്ത്യയിൽ ടോപ്പായിട്ട് വന്നത് DBS ബാങ്ക്. കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യൽ നീഡ്സ് ഈ കോവിഡ് കാലത്ത് വീട്ടിൽ നിന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് ലോഞ്ച് ചെയ്ത ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഇൻഡസ് ഈസി ക്രെഡിറ്റ്. ലോഞ്ച് ചെയ്തത് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ചൈൽഡ് അബ്യൂസ് ഷെയർ ചെയ്യാതെ അത് റിപ്പോർട്ട് ചെയ്യാൻ കസ്റ്റമേഴ്സിനെ
പ്രേരിപ്പിക്കാനായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈ അടുത്ത് റിപ്പോർട്ട് ഇറ്റ് ഡോണ്ട് ഷെയർ ഇറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ഏതാണ് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം? ഫേസ്ബുക്കാണ് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ക്യാമ്പയിൻ്റെ പേര് റിപ്പോർട്ട് ഇറ്റ് ഡോണ്ട് ഷെയർ ഇറ്റ്. എന്തിനെതിരെ? ചൈൽഡ് അബ്യൂസ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാതിരിക്കാൻ, അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസ്പോർട്ട് കണക്ഷൻസും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും ഏത് ഏരിയയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ അടുത്ത് ADBയുമായിട്ട് $483 മില്യൺ കരാറിൽ ലോൺ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടത്? ചെന്നൈ കന്യാകുമാരി ഇൻഡസ്ട്രിയൽ കൊറിഡോർ. ട്രാൻസ്പോർട്ട് കണക്ഷനും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും സപ്പോർട്ട് ചെയ്യാനും ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റും ADBയും $483 മില്യൺ ലോൺ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. ചെന്നൈ കന്യാകുമാരി ഇൻഡസ്ട്രിയൽ കൊറിഡോറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇൻഷുറൻസ് ബാങ്കിങ് നടത്താനായിട്ട് IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടിയ ഓൺലൈൻ ഫേം ഏതാണ്? PolicyBazaar.com. ഇൻഷുറൻസ് ബാങ്കിങ് ഓൺലൈനായിട്ട് നടത്താൻ അനുമതി കിട്ടിയ ഓൺലൈൻ ഫേമാണ് PolicyBazaar.com. കേരളത്തിലെ ഏത് പ്രോഗ്രാമിനാണ് ലോകബാങ്ക് ഈ അടുത്ത് $125 മില്യൺ ലോൺ അപ്രൂവ് ചെയ്തത്? റെസിലിയൻറ്റ് കേരളയ്ക്കായിട്ടാണ് വേൾഡ് ബാങ്ക് $125 മില്യൺ ലോൺ അപ്രൂവ് ചെയ്തത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ ഈ അടുത്ത് ആഡ് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെട്ട രാജ്യം. ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ കൂട്ടായ്മയാണ്. അത് കള്ളപ്പണത്തിൻ്റെ ദുരുപയോഗം, കള്ളപ്പണം പിടിക്കുക, പണത്തിൻ്റെ ദുരുപയോഗം തടയുക, തീവ്രവാദം പോലുള്ള പ്രവർത്തനങ്ങൾക്ക് പണം ഉപയോഗിക്കാൻ തടയുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്കലി വീക്കായിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും പരിശോധിക്കും. അപ്പോൾ ഇതിന് 3-4 ലിസ്റ്റ് ഉണ്ട്. അതിലൊന്നാണ് ഗ്രേ ലിസ്റ്റ്, അടുത്തത് ബ്ലാക്ക് ലിസ്റ്റാണ്. അപ്പോൾ ഗ്രേ ലിസ്റ്റിൽ അടുത്ത കാലത്ത് ആഡ് ചെയ്തത് ഫിലിപ്പൈൻസ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനാഷണൽ മാരിടൈം സർവീസസ് ക്ലസ്റ്റർ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് എവിടെ? ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനാഷണൽ മാരിടൈം സർവീസസ് ക്ലസ്റ്റർ നിലവിൽ വരാൻ പോകുന്നത്. ജൂൺ 2021 G7 കൺട്രീസ് ഒരു ഡീല് സൈൻ ചെയ്തു. മൾട്ടിനാഷണൽ കമ്പനീസിനെ നമുക്ക് ടാക്സ് ചെയ്യാം എന്നും പറഞ്ഞു. ഈ ഡീലിൻ്റെ പേരെന്ത്? മിനിമം ഗ്ലോബൽ കോർപ്പറേറ്റ് ടാക്സ് എന്നാണ് ഈ ഡീലിൻ്റെ പേര്. ഇതനുസരിച്ചിട്ട് MNCസിനെ G7 കൺട്രീസ് ടാക്സ് ചെയ്യും. ഈ മിനിമം ഗ്ലോബൽ കോർപ്പറേറ്റ് ടാക്സ് ഡീൽ അനുസരിച്ചിട്ട് എത്രയാണ് മിനിമം ഗ്ലോബൽ ടാക്സ് റേറ്റ് ആയിട്ട് തീരുമാനിച്ചത്? 15% ആണ് മിനിമം ഗ്ലോബൽ ടാക്സ് റേറ്റ് ആയിട്ട് ഈ ഡീൽ അനുസരിച്ച് തീരുമാനിച്ചത്. അടുത്ത സെക്ഷൻ ഹെൽത്ത് ആൻഡ് സയൻസ്, ആരോഗ്യവും ശാസ്ത്രവും. ഇന്ത്യയിലെ റാബിസ് ഫ്രീ ആയ ആദ്യ സ്റ്റേറ്റ് ഗോവയാണ്. ഇന്ത്യയിലെ റാബിസ് ഫ്രീ ആയ ആദ്യ സ്റ്റേറ്റ് ഗോവ. ലോകത്തിലെ ആദ്യ നാനോ യൂറിയ ലിക്വിഡ് ഫാമേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. യൂറിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നാനോ ടെക്നോളജി ഉപയോഗിച്ച് നാനോ യൂറിയ ലിക്വിഡ് ഫാമേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. H1N3 ബേർഡ് ഫ്ലൂവിൻ്റെ ആദ്യത്തെ ഹ്യൂമൻ കേസ്, അതായത് മനുഷ്യന് പക്ഷിപ്പനി ബാധിച്ച ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. NCPCR അഥവാ ദേശീയ ബാലാവകാശ കമ്മീഷൻ കോവിഡ് മൂലം സംരക്ഷണവും കെയറും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത വെബ് പോർട്ടൽ ബാൽ സ്വരാജ് ഡെവലപ്പ് ചെയ്തത് NCPCR COVID-19 ബാധിച്ച് കെയറും പ്രൊട്ടക്ഷനും വേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വെബ് പോർട്ടൽ ഡെവലപ്പ് ചെയ്തത്. 3 സ്പീഷീസ് ക്രോക്കഡൈൽസും കണ്ടുവരുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ഒഡീഷയാണ്. 3 സ്പീഷീസ് ഓഫ് ക്രോക്കഡൈൽസ് കണ്ടുവരുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ്. ഈ 3 സ്പീഷീസുകൾ: 1 സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ്, 2 ഗറിയൽസ്, 3 മഗേഴ്സ്. ഇങ്ങനെ 3 സ്പീഷീസുകളും ആണ് ക്രോക്കഡൈൽസിനുള്ളത്. ഈ 3ഉം ഒഡീഷയിൽ കാണാൻ പറ്റും. പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിൻ്റെ പേര് പാക്വാക്ക്. പാകിസ്ഥാൻ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വാക്സിൻ പാക്വാക്ക്. ഇതിന് സഹായിച്ച രാജ്യം ചൈന. പാക്വാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ വാക്സിൻ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് പാക്വാക്ക്.
സഹായിച്ച രാജ്യം ചൈന. ഈ അടുത്തായിട്ട് ഇന്ത്യയുടെയൊക്കെ പ്രൊട്ടസ്റ്റിനെ തുടർന്ന് WHO ഇന്ത്യയിൽ കണ്ടുവരുന്ന കോവിഡ് വേരിയൻറ്റിനെ ഇന്ത്യൻ വേരിയൻ്റ് എന്ന് വിളിക്കാതെ ഇത് ലോകത്തിലെ കുറേ രാജ്യങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഓരോ രാജ്യത്തും കണ്ടുവരുന്ന വേരിയൻസിന് സെപ്പറേറ്റ് ആയിട്ട് പേര് കൊടുത്തു. അങ്ങനെ ഇന്ത്യയിൽ കണ്ടുവരുന്ന കോവിഡ് വേരിയൻസിന് WHO കൊടുത്ത പേരാണ് കാപ്പ ആൻഡ് ഡെൽറ്റ. കാപ്പ ആൻഡ് ഡെൽറ്റ. അമേരിക്കൻ ബോർഡ് ഓഫ് ഇൻറ്റേർണൽ മെഡിസിൻ ഏർപ്പെടുത്തിയ ടോപ്പ് ഡോക്ടർ അവാർഡ് ലഭിച്ച മലയാളി ഡോക്ടർ സജിൻ പിള്ളൈ. ടോപ്പ് ഡോക്ടർ അവാർഡ് ഏർപ്പെടുത്തിയത് അമേരിക്കൻ ബോർഡ് ഓഫ് ഇൻറ്റേർണൽ മെഡിസിൻ. ലഭിച്ച മലയാളി ഡോക്ടർ സജിൻ പിള്ളൈ. വാട്സാപ്പിലൂടെ COVID-19 ഈസി ഡിറ്റക്ഷൻ ചെസ്റ്റ് എക്സ്റേയുടെ സഹായത്തോടെ സാധ്യമാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിൻ്റെ പേര് എക്സ്റേ സേതു. ഇന്ത്യ ഗവൺമെൻറ്റാണ് ലോഞ്ച് ചെയ്തത്. വാട്സാപ്പ് വഴി COVID-19 ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം. ചെസ്റ്റ് എക്സ്റേയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഡിറ്റക്ഷൻ. പേര് എക്സ്റേ സേതു. ഡിജിറ്റൽ ലേണിംഗ് പ്രോത്സാഹിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് 12,300 ടാബ്ലറ്റ്സ് വിതരണം ചെയ്ത യൂൺടാബ് സ്കീം എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ലഡാക്കിലാണ് ലോഞ്ച് ചെയ്തത്. ലഡാക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. സ്കീമിൻ്റെ പേര് യൂൺടാബ് സ്കീം. 12,300 ടാബ്ലറ്റ്സ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഡിജിറ്റൽ ലേണിംഗ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിതരണം ചെയ്യുക എന്നുള്ളതാണ് സ്കീമിൻ്റെ ലക്ഷ്യം. മിസ്സിംഗ് പേഴ്സണലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റർപോൾ ഡെവലപ്പ് ചെയ്ത പുതിയ ഡേറ്റാബേസ് ഫെസിലിറ്റിയുടെ പേര് iFamilia. മിസ്സിംഗ് പേഴ്സൺസിനെ കണ്ടുപിടിക്കാൻ ഇൻ്റർപോൾ ഡെവലപ്പ് ചെയ്ത പുതിയ ഡേറ്റാബേസ് ഫെസിലിറ്റിയാണ് iFamilia. ഏഷ്യ പസഫിക്കിൽ നിന്ന് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് സോഷ്യോ കൗൺസിലിലേക്ക് 2022-24 വർഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. ഏഷ്യ പസഫിക്കിൽ നിന്ന് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് സോഷ്യോ കൗൺസിലിലേക്ക് 2022-24 വർഷങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. ബ്രിക്സ് രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ നെറ്റ്വർക്കിൻ്റെ കോൺഫറൻസിൻ്റെ ഹോസ്റ്റായിരുന്നത് IIT ബോംബെ. IIT ബോംബെയാണ് ബ്രിക്സ് നെറ്റ്വർക്ക് ഓഫ് യൂണിവേഴ്സിറ്റീസിൻ്റെ കോൺഫറൻസിൻ്റെ ഹോസ്റ്റായിട്ടിരുന്നത്. കോവിഡ് കാരണം ഇതൊരു വിർച്വൽ കോൺഫറൻസ് ആയിരുന്നു. IIT ബോംബെ. ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച അത്യാധുനിക ഹെലികോപ്റ്റർ ALH Mark III. ALH എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ എന്നാണ്. ALH Mark III HAL ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് വികസിപ്പിച്ചതാണ്. വീനസ് പ്ലാനറ്റിനെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മിഷൻ്റെ പേര്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മിഷൻ്റെ പേര് വീനസ് പ്ലാനറ്റിനെ പറ്റി പഠിക്കാൻ മിഷൻ എൻവിഷൻ. മിഷൻ എൻവിഷൻ എന്നാണ് വീനസ് പ്ലാനറ്റിനെ പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മിഷൻ്റെ പേര്. ലോകത്തിലെ ആദ്യ വുഡൻ സാറ്റലൈറ്റ്, മരം കൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് ന്യൂസിലൻഡിൽ നിന്ന്. പേര് വൈസ വുഡ്ഗേറ്റ് എന്നാണ് പേര്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഈ സാറ്റലൈറ്റ് നിർമ്മിച്ചത്. മരം കൊണ്ട് നിർമ്മിച്ച ആദ്യ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ന്യൂസിലൻഡിൽ നിന്ന്. നിർമ്മിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസി. പേര് വൈസ വുഡ്ഗേറ്റ്. നാസ്കോമുമായി സഹകരിച്ച് തെലങ്കാന ഗവൺമെൻറ് AI സ്റ്റാർട്ടപ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടി ആരംഭിച്ച ആക്സിലറേറ്റർ പ്രോഗ്രാമിൻ്റെ പേരാണ് റെവപ്പ്. തെലങ്കാന ഗവൺമെൻറ് നാസ്കോമുമായിട്ട് ചേർന്നാണ് ആരംഭിച്ചത്. AI സ്റ്റാർട്ടപ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. യുവശക്തി കൊറോണ മുക്തി അഭിയാൻ ഏത് സ്റ്റേറ്റിൻ്റെ പബ്ലിക് അവെയർ ക്യാമ്പയിൻ ആണ്? യുവശക്തി കൊറോണ മുക്തി അഭിയാൻ മധ്യപ്രദേശിൻ്റെയാണ് ഈ പബ്ലിക് അവെയർനെസ് ക്യാമ്പയിൻ. ജഹാം വോട്ട് വഹാം വാക്സിനേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത യൂണിയൻ ടെറിട്ടറി. ജഹാം വോട്ട് വഹാം വാക്സിനേഷൻ ലോഞ്ച് ചെയ്ത യൂണിയൻ ടെറിട്ടറി ഡൽഹിയാണ്. ജഹാം വോട്ട് വഹാം വാക്സിനേഷൻ എന്ന പ്രോഗ്രാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ദേശീയ അവാർഡ് നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ P. കുഞ്ഞികൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ നാഷണൽ അവാർഡ് നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ P. കുഞ്ഞികൃഷ്ണൻ. 7th ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്ത ആപ്പിൻ്റെ പേര് യോഗ ആപ്പ്. 7th ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായി PM മോദി ലോഞ്ച് ചെയ്ത ആപ്പിൻ്റെ പേര് യോഗ ആപ്പ്.
ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡയമണ്ട് ഏത് രാജ്യത്താണ് കണ്ടെത്തിയത്? ബോട്സ്വാനയിലാണ് ലോകത്തിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് ഡയമണ്ട് കണ്ടെത്തിയത്. 1098 ക്യാരറ്റാണ് ഈ ഡയമണ്ടിൻ്റെ പരിശുദ്ധി. ആമസോണിൻ്റെ സിഇഒയുടെ പേര് നമുക്കറിയാം, ജെഫ് ബെസോസ്. ഇദ്ദേഹത്തിൻ്റെ സ്പേസ് കമ്പനിയുടെ പേരാണ് ബ്ലൂ ഒറിജിൻ. ജെഫ് ബെസോസിൻ്റെ സ്പേസ് കമ്പനിയുടെ പേര് ബ്ലൂ ഒറിജിൻ. ബ്ലൂ ഒറിജിൻ ഡെവലപ്പ് ചെയ്ത സ്പേസ് വെഹിക്കിളിൻ്റെ പേരാണ് ന്യൂ ഷെപ്പേർഡ്. സ്പേസ് കമ്പനിയുടെ പേര് ബ്ലൂ ഒറിജിൻ, സ്പേസ് വെഹിക്കിളിൻ്റെ പേര് ന്യൂ ഷെപ്പേർഡ്. ഏഷ്യ പസഫിക്കിലെ ടോപ്പ് 5 ടെക്നോളജി സെൻറ്റേഴ്സിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിറ്റി ബംഗളൂരു. ഏഷ്യ പസഫിക്കിലെ ടോപ്പ് 5 ടെക്നോളജി സെൻറ്റേഴ്സിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം ബംഗളൂരു. ഗ്രാമങ്ങളിലും റിമോട്ട് ഏരിയാസിലും കൊറോണ വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ജാൻ ഹേ തോ ജഹാൻ ഹേ എന്ന പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. ജാൻ ഹേ തോ ജഹാൻ ഹേ പബ്ലിക് അവയർനെസ് ക്യാമ്പയിനാണ് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ സ്കീം 2021 ലോഞ്ച് ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ് ഗുജറാത്ത്. അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ സ്കീം 2021 ഗുജറാത്ത്. ഇന്ത്യയിലെ ലോകത്തിലെ ആദ്യ മോഡിഫൈഡ് റബ്ബർ GM മോഡിഫൈഡ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് റബ്ബർ GM റബ്ബർ പ്ലാന്റ് ചെയ്തത് എവിടെ? ആസാമിലാണ് ലോകത്തിലെ ആദ്യ GM റബ്ബർ പ്ലാന്റ് ചെയ്തത്. നാഷണൽ ജിയോഗ്രഫി അംഗീകരിച്ച പുതിയ ഓഷ്യൻ സതേൺ ഓഷ്യനാണ്. നാഷണൽ ജിയോഗ്രഫി അംഗീകരിച്ച പുതിയ ഓഷ്യൻ. ഇത് അന്റാർട്ടിക്ക കോണ്ടിനെൻറ്റിനെ ചുറ്റിയാണ് ഉള്ളത്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിക്ക് സമീപം കണ്ടെത്തിയ പുതിയ സ്കിറ്ററിംഗ് ഫ്രോഗിൻ്റെ സ്പീഷീസാണ് യൂഫ്ലിക്റ്റിക്സ് കേരള. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത് സ്പീഷീസ് ഓഫ് സ്കിറ്ററിംഗ് ഫ്രോഗ്. കേരള വാട്ടർ അതോറിറ്റിയുടെ IT വിങ് ഡെവലപ്പ് ചെയ്ത കംപ്ലയിൻറ്റ് റിട്രസൽ സോഫ്റ്റ്വെയർ, പരാതി പരിഹാര സോഫ്റ്റ്വെയർ അക്വാലൂം TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സഹായത്തോടെയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ IT വിങ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. സോഫ്റ്റ്വെയറിൻ്റെ പേര് അക്വാലൂം. കറണ്ട് അഫയേഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചു. താങ്ക് യു.